നമസ്കാരം. ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ നിർത്തിയത് താജ്മഹലായിരുന്നു. താജ്മഹലിൽ നിന്ന് ഞങ്ങൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. കാരണം ഞങ്ങൾക്ക് തീരെ സമയമില്ല. ഏകദേശം 3:30-4 മണിയായി ഞങ്ങൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ. പിന്നീട് ഞങ്ങൾക്ക് ആഗ്ര പോർട്ട് പോകണം, പ്രേം മന്ദിർ, ഈ 2 സ്ഥലമായിരുന്നു. അപ്പം ചില ആൾക്കാർക്ക് ആഗ്ര ഫോർട്ട്, ചില ആൾക്കാർക്ക് പ്രേം മന്ദിർ എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ബസ് ആഗ്ര ഫോർട്ടിലേക്ക്, ഞങ്ങളെ ബസ് നേരെ ഈ പ്രേം മന്ദിറിലേക്കും പോകാമെന്ന് തീരുമാനിച്ചു. കാരണം നമുക്ക് സമയമില്ലാത്ത 2 സ്ഥലത്തും പോകാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടുതൽ പറഞ്ഞു നമുക്കിങ്ങനെ പ്രേം മന്ദിറിലേക്ക് പോകാം. നല്ലൊരു നിർമ്മിതിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയായിരുന്നു. നല്ലൊരു ക്ഷേത്രമാണ്, ഒരു ഹിന്ദു ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് തന്നെ പറയാം. പ്രേം മന്ദിർ എന്നുള്ളതിൻ്റെ പേരിൻ്റെ കാരണം തന്നെ പ്രേമത്തിൻ്റെയും പരിശുദ്ധമായ പ്രേമം, അതാണ്. പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ നമുക്ക്, കൃഷ്ണനും രാധയും ഉള്ള ആ പ്രേമത്തിൻ്റെ മന്ദിരം എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഒന്ന് കാണാൻ ഞങ്ങൾക്ക് അറിവിൽ നല്ലൊരു നിർമ്മിതിയാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് കാണാൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആഗ്രയിൽ നിന്ന് ഏകദേശം ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്ന വഴി തന്നെയാണിത്. മധുര ഡിസ്ട്രിക്ട് യുപിയിലാണ്. യുപിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ജില്ലയാണ് മധുര. മധുരയിലാണ് ഈ പ്രേം മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് ആഗ്രയിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ഹൈവേ തന്നെയാണ്, നല്ല റോഡൊക്കെയാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്ന വഴിയിൽ, ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിലാണ് പ്രേം മന്ദിർ. അപ്പം ഇന്നത്തതോടുകൂടെ ഞങ്ങളെ യാത്രകളൊക്കെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ ചില ആൾക്കാർ നാട്ടിലേക്ക് ബൈ ട്രെയിൻ പോകുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം പലരും ഫ്ലൈറ്റിന് തിരിച്ച് അതാത് ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാനൊക്കെ നാളെ ഒരു 10 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം. ഏകദേശം ഒരു മണിക്ക് അങ്ങനെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. പ്രേം മന്ദിറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ശരിക്കും ഞങ്ങളൊരു വാനിലുള്ള ആൾക്കാരേ ഉള്ളൂ, ഒരു 10-15 പേരേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ പോയി അവിടുത്തെ ഈ റിക്ഷക്കാർ വളഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ വണ്ടി, എനിക്ക് തോന്നുന്നൊരു 10-25 ഓട്ടോറിക്ഷകളും സൈക്കിൾ റിക്ഷകളും പല കോലത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്ന് ഞങ്ങൾ വളഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 വണ്ടിക്ക് പോകാനുള്ള ആൾക്കാരേ ഉള്ളൂ. അവരോട് പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ പാർക്കിംഗ് എന്ന് പറയുന്നത് അവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പാർക്കിംഗ് ഇല്ലത്. കുറച്ച് ദൂരമെന്നല്ല, നടക്കാനുള്ള ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ നടക്കാൻ. പക്ഷേ എന്നാലും ശരി, ഇവരിങ്ങനെ വളഞ്ഞിട്ടുകൊണ്ട് നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ പോവാം എന്ന് പറഞ്ഞു. പൈസയൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ ഇതിൽ കയറി. ഒരു 2 മിനിറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി. അവിടുന്ന് പിന്നെ നടന്നു പോകാനില്ല. അപ്പോഴത്തേക്ക് സന്ധ്യാസമയമായി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് ദൂരെ അസ്തമയം കാണാം. അപ്പോൾ ഞങ്ങൾ നേരെ ആ ഒരു സമയത്താണ് ഈ പ്രേം മന്ദിറിലേക്ക് പോകുന്നത്. ഒരുപാട് ജനമുണ്ട്. കാരണം ഇപ്പോൾ ഈ സന്ധ്യാസമയത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്തരൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ആ ദൂരക്കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ റോഡും എന്നുള്ളൊരു കാഴ്ചയാണ് ആ പ്രേം മന്ദിർ എന്ന് പറഞ്ഞ നിർമ്മിതി. അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന, ഒരുപാട് കൊത്തുപണികളോടുകൂടെ നിർമ്മിച്ചിരിക്കുന്ന ആ പ്രേം മന്ദിർ. ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. വൈകിട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല, നല്ല ഒരു അന്തരീക്ഷം. ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ നമുക്കിങ്ങനെ ഈ പരിസരത്തോടൊക്കെ നടക്കുമ്പം തന്നെ നമുക്കൊരു തരം പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിനെ ചുറ്റി അങ്ങ് പോയി. അതായത് ഇതിൻ്റെ ആ ഒരു കുറച്ചുകൂടെ ഉയരമുള്ള ഒരാൾ നടന്നു പോകുന്നുണ്ട് അവിടെ. അതിൻ്റെ മുകളിലേക്കും എനിക്ക് തോന്നുന്നു പ്രവേശനം ഇല്ലയെന്ന് തോന്നി. ഇപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആരാധനാ സമയത്ത് മാത്രമേ ഉള്ളൂ തോന്നും പ്രവേശനം. ഇപ്പം ആയില്ലാന്ന് തോന്നും, കുറച്ചുകൂടെ കഴിയണം. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഉള്ളിലോട്ട് ഇപ്പം ആൾക്കാർ എങ്ങനെ കടത്തി വിടുന്നില്ല. എന്നാൽ ചിലരൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം വല്ല റെക്കമെൻഡേഷനോ മറ്റെന്തെങ്കിലും സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെ ഉള്ളിൽ കയറുന്നതായിരിക്കാം. എന്തായാലും ഞങ്ങളതൊരു
പരീക്ഷണത്തിനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സംഭവം 4 ഭാഗത്ത് നിന്ന് നോക്കിക്കാണണം, അത്യാവശ്യം വീഡിയോയും ഫോട്ടോ എടുക്കണം, ഇതേ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങി, അപ്പോഴത്തേക്കും സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുന്നു, ഇരുട് വ്യാപിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന കരോൾ ബാഗിലേക്ക് എത്താൻ. ഇനിയോ അത് എനിക്ക് തോന്നുന്നു ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാൻ ഇല്ല. ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗത്തൂടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇതിനോട് അനുബന്ധിച്ച് തന്നെ പുൽത്തകിടികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പ്രതിമകളും അതുപോലെ തന്നെ പൂങ്കാവനം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിന് കുളിരേറും എന്ന അത് എഴുതിയിരിക്കുന്നത് പ്രേം മന്ദിർ, ഇത് ഹിന്ദിയിൽ പ്രേം മന്ദിർ. അപ്പം ഇത് അതിൻ്റെ 4 ചുറ്റും എഴുതി വെച്ചിരിക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടു, ഈ കാഴ്ചകളൊക്കെ നല്ല കണ്ട്. ഇതിൻ്റെ മുൻഭാഗം ഇത് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ തുറന്നു തോന്നുന്നു, അപ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഫ്രണ്ട് ഭാഗമായത് അതിൻ്റെ വലത്ത് ഭാഗത്ത് കാണുന്നത്, ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് കണ്ടോ, നല്ലൊരു ഉദ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൊക്കെ ഒരുപാട് കാഴ്ചകളും രാധയും തോഴിമാരും ഒക്കെ ആയിരിക്കാം. എന്തായാലും അതൊക്കെ ഒരു നല്ല കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും എടുത്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏതായാലും വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. അത്രയും നല്ലൊരു അന്തരീക്ഷം. ഇതിൻ്റെ ഗേറ്റാണിത്. റോഡും ഒന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു വഴിക്കും ഇറങ്ങിപ്പോകുന്ന വേറൊരു വഴിയാണ്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ കംപ്ലീറ്റ് എല്ലാ ആൾക്കാരെയും ഇങ്ങനെ സ്കാനിങ് ഒക്കെ വെച്ചിട്ട്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.